ഇനിയുള്ള ഇനി വരാൻ പോണ നീറ്റ് 2026 കുട്ടികൾക്ക് എന്താ പറയുക വെച്ചാൽ ഇത് ഇപ്പം നമ്മളെ റിസൾട്ട് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനത്തെ റിസൾട്ടാണ്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാ വെച്ചാൽ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലായിടത്തും കമ്പൈൻഡ് റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇത് ഈ ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷനാണ് യൂണിവേഴ്സൽ. അവിടുത്തെ റിസൾട്ടാണ് ഇത്. അവിടുത്തെ ഇത്രയും വലിയ അച്ചീവ്മെൻ്റ് ആണിത്. അത് മനസ്സിലാക്കി വേണം ഇങ്ങോട്ട് വരാൻ. കുറേ കുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ ഒരുപാട് പേരുള്ള സ്ഥലത്തേക്കാണ് പോവുക. അത്രയും റിസൾട്ട് ഇത്രയും കുട്ടികളുള്ള സ്ഥലത്തേക്ക് അങ്ങനെയൊക്കെയാണ് പോവുക. പക്ഷെ ഇവിടുന്ന് ആക്ച്വലി നമുക്ക് കിട്ടുന്ന ഇൻഡിവിജ്വൽ അറ്റൻഷൻ എല്ലായിടത്തും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. ഫാക്കൽറ്റീസ് ആണെങ്കിൽ നമ്മളായിട്ട് നല്ല ക്ലോസ് ആയിരിക്കും. എല്ലാവരായിട്ട് നമുക്ക് പേഴ്സണലി സംസാരിക്കാനുള്ള പെർമിഷൻ ഒക്കെ ഉണ്ട്. എങ്ങനെ അവരോട് ചോദിക്കാം, നമുക്ക് ഡൗട്ട് ആണെങ്കിലും നമുക്ക് അവരോട് നേരിട്ട് പോയി ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. ഒരിക്കലും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. അതിന് എക്സാമ്പിളാണ് ഞാൻ നിയ കൊനേരി. ഞാൻ നീറ്റ് 2025 അച്ചീവറാണ്. എൻ്റെ നീറ്റ് സ്കോർ 555 ആണ്. ഞാനിവിടെ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ +1 +2 പഠിച്ച് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്തിട്ട് ആണ് ഈ സ്കോറിലെത്തിയത്. ഫസ്റ്റ് ടൈം എഴുതിയപ്പോൾ തന്നെ എനിക്ക് പ്രൈവറ്റ് കയറാനുള്ള മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഗവൺമെൻറ് കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്തത്. ആക്ച്വലി ഇപ്രാവശ്യത്തെ എക്സാം ശരിക്കും വളരെ ടഫായിരുന്നു. ഞാൻ ഇരുന്ന ക്ലാസ് റൂമിലാണെങ്കിൽ വരെ ക്ലോക്ക് ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വാച്ച് ഇല്ലാതൊക്കെ പരിശീലിപ്പിച്ചുകൊണ്ട് തന്നെ എക്സാം ഹോളിൽ അധികം ടെൻസ്ഡ് ആവാതെ എഴുതാൻ പറ്റി. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പം കുറച്ച് പേടിച്ചെങ്കിലും പക്ഷേ ആ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ഒക്കെ കണ്ട് കുറച്ചൊക്കെ പരിചയമുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റി. എങ്ങനെയൊക്കെ എക്സാം എഴുതി അൽഹംദുലില്ലാ 555 സ്കോർ ചെയ്തു. ഹലോ, ഞാൻ ഡോക്ടർ നിത. ഞാൻ സിസ്റ്ററാണ്. അതേപോലെ ഇവളെ കാര്യം പറയുകയാണെങ്കിൽ ഇവൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ പ്രൈവറ്റിൽ കിട്ടിയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അതിൽ ചേർന്നോ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞില്ല, ഞാൻ പഠിക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിലേ പഠിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ആൾ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇവൾ നല്ലതായിട്ട് പഠിക്കുക, നല്ല ട്രൈ ചെയ്തിട്ടുണ്ട് ആൾ. ഞാൻ +1 +2 തുഷാര ഹോസ്റ്റലായിരുന്നു. ആൻഡ് റിപ്പീറ്റിന് ഞാൻ ഡേ സ്കോളറായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലാസ്റ്റത്തെ ഫ്യൂ മന്ത്സ് ശരിക്കും ഇവിടുത്തെ ഫാക്കൽറ്റീസൊക്കെ നല്ല ഹെൽപ്പ് ചെയ്തിരുന്നു. എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പിൽ സാറുമാരുടെ അടുത്ത് ഡൗട്ട് വയ്ക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു. ആൻഡ് എല്ലാ ക്വസ്റ്റ്യൻ കാണുമ്പോഴും എനിക്ക് പിന്നെ ഇവിടെ നിന്ന് ഒരു ഗൈഡ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് സാറുമാർക്ക് അയക്കും. പിന്നെ ലാസ്റ്റ് ഫൈനൽ സ്പ്രിൻറ്റ് വന്ന് പിന്നെ റിവിഷനായിട്ട് അങ്ങനെ എല്ലാത്തിലും ഞാൻ ലൈവിലൊക്കെ കയറി നല്ല ഡൗട്ടൊക്കെ ചോദിച്ച് നല്ല യൂസ്ഫുൾ ആയിരുന്നു എല്ലതും. പിന്നെ അവർ നന്നായിട്ട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ ഈ ഒരു അച്ചീവ്മെൻറ്റിന് പിന്നിൽ. ഒരു MP സർ, NZ സർ, SB സർ, MK സർ, എല്ലാവരും. SKP സാറിൻ്റെ ഫേവറേറ്റ് ആണ്. PV സാറിന് പറഞ്ഞില്ലേ കൊല്ലും, അങ്ങനെ എല്ലാവരും ഉണ്ട്. CR സർ, KM സർ, RSD സർ. എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് പേടിയാവുക. ഇവരെ മിസ്സായി പോയോ എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത് തന്നെ. എല്ലാവരും അത്രയും ഇഷ്ടപ്പെട്ട, ഒരാളെ പോലും ഇഷ്ടമില്ലാത്തല്ല. എല്ലാ സാറുമാരും ഭയങ്കര അടിപൊളി സാറുമാരാണ്. നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനാണ് യൂണിവേഴ്സൽ. അതുകൊണ്ട് തന്നെ എനിക്ക് യൂണിവേഴ്സൽ അല്ലാതെ ഞാൻ റിപ്പീറ്റിന് ഇവിടെ തന്നെ വരണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടാണ് വന്നത്. വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ ആലോചിച്ചിട്ട് തന്നെ ഇല്ല. റിപ്പീറ്റിന് ഇവിടെ തന്നെ വരണം, AF സാറിനെ പ്രൗഡ് ഫീൽ ചെയ്യിപ്പിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ എത്തി അൽഹംദുലില്ലാ. ഞങ്ങളിപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് പ്രൗഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നമുക്ക് ആരെയായിട്ട് വിളിച്ചു പറയുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര പ്രൗഡായിട്ടാണ് വിളിച്ചു പറയുന്നത്. ഞങ്ങൾ എല്ലാവരോടും യൂണിവേഴ്സലിൽ വന്ന് പഠിക്കാൻ തന്നെ ഞങ്ങൾ പറയാറ്. കാരണം ആൾക്ക് ഇവിടുന്ന് ഇത്രയൊരു സ്കോർ കിട്ടുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സൽ കാരണം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അവൾക്ക് ഇവിടുന്ന് കൊടുത്തൊരു കോച്ചിങ്ങിൻ്റെ ഒരു ഇതിലാണ് ആൾ പഠിച്ചതും. വേറെ ഒന്നും അവൾ യൂസ് ചെയ്തിട്ടില്ല. വേറെ ഒരു കോച്ചിങ്ങിൻ്റെ ബുക്കൊന്നും അവൾ യൂസ് ചെയ്തിട്ടില്ല. ഇവിടുന്ന് കൊടുത്ത ഗൈഡും നോട്ട്സും എല്ലാമാണ് അവൾ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ കോച്ചിങ് തന്നെയാണ് ഇവളുടെ ഒരു സക്സസ്സിന് കാരണം. പിന്നെ ഞാൻ എൻ്റെ മെൻറ്ററിനെ കുറിച്ച് പറയണം. മെൻറ്റർ സെബിഹ മിസ് ആയിരുന്നു. ഇവിടെ നടത്തുന്ന എക്സാമുകളൊക്കെ എനിക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും കറക്ഷൻ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ മിസ്സിൻ്റെ അടുത്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മിസ് അപ്പോൾ തന്നെ എനിക്ക് വേറെ ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്ത് തരും. ആ വഴി വാട്സപ്പ് വഴി മിസ് അവരുടെ വോയിസ് മെസ്സേജ് എനിക്ക് ഫോർവേഡ് ചെയ്തെന്ന് അവർ ഡൗട്ട് എനിക്ക് ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ പെട്ടെന്ന് എല്ലാതും എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടും അല്ലാതെ ഒരു ടൈം ലാഗ് ഒന്നും എനിക്ക് ടൈം വേസ്റ്റ് ആയിട്ടില്ല. എല്ലാതും എനിക്ക് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒക്കെ എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു അവിടെ വന്നതൊക്കെ. ഇനി വരാൻ പോണ നീറ്റ് 2026 കുട്ടികൾക്ക് എന്താ പറയുക വെച്ചാൽ ഇത് ഇപ്പം നമ്മളെ റിസൾട്ട് പറഞ്ഞാൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനത്തെ റിസൾട്ടാണ്. ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ എങ്ങനെയാ വെച്ചാൽ ഒരുപാട് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടുത്തെ എല്ലായിടത്തും കമ്പൈൻഡ് റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇത് ഈ ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷനാണ് യൂണിവേഴ്സൽ. അവിടുത്തെ റിസൾട്ടാണ് ഇത്. അവിടുത്തെ ഇത്രയും വലിയ അച്ചീവ്മെൻ്റ് ആണിത്. അത് മനസ്സിലാക്കി വേണം ഇങ്ങോട്ട് വരാൻ. കുറേ കുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ ഒരുപാട് പേരുള്ള സ്ഥലത്തേക്കാണ് പോവുക. അത്രയും റിസൾട്ട് ഇത്രയും കുട്ടികളുള്ള സ്ഥലത്തേക്ക് അങ്ങനെയൊക്കെയാണ് പോവുക. പക്ഷെ ഇവിടുന്ന് ആക്ച്വലി
നമുക്ക് കിട്ടുന്ന ഇൻഡിവിജ്വൽ അറ്റൻഷൻ എല്ലായിടത്തും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. ഫാക്കൽറ്റീസ് ആണെങ്കിലും നമ്മളായിട്ട് നല്ല ക്ലോസ് ആയിരിക്കും, എല്ലാവരായിട്ടും നമുക്ക് പേഴ്സണലി സംസാരിക്കാനുള്ള പെർമിഷൻ ഒക്കെ ഉണ്ട്. എങ്ങനെ അവരോട് ചോദിക്കാം, നമുക്ക് ഡൗട്ട് ആണെങ്കിലും നമുക്ക് അവരോട് നേരിട്ട് പോയി ക്ലിയർ ചെയ്യാനൊക്കെ പറ്റും. ഒരിക്കലും നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല. അതിന് എക്സാമ്പിളാണ് ഞാൻ. ഒബ്വിയസ്ലി +1 +2 ശരിക്കും എന്തെങ്കിലുമൊക്കെ ആയി പോകേണ്ടായിരുന്നു. എന്നാലും ഇവിടെ വന്ന് ഇവിടുത്തെ ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ടാണ് പിന്നെ എനിക്ക് റിപ്പീറ്റിന് എനിക്ക് എന്താണ് വീട്ടിൽ നിന്നാണെങ്കിൽ ഞാൻ ഇവിടുത്തെ ടൈം ടേബിൾ ഞാൻ ശീലിച്ചു. +1 +2 ഇവിടെ പഠിച്ചുകൊണ്ട് തന്നെ വീട്ടിലത്തെ ടൈം ടേബിൾ എനിക്ക് അതേപോലെ തന്നെ ആയിരുന്നു. ഇവിടുത്തെ എങ്ങനെയാണോ ആ ഒരു ടൈം ടേബിൾ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു. സോ ഫുൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ ക്യാരക്ടർ ബിൽഡ് ചെയ്യും. നിങ്ങൾക്ക് എല്ലാവിധ അച്ചീവ്മെൻറ്റും ഉണ്ടാവും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഒരു റിഗ്രറ്റ് ഉണ്ടാവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ, അത് ഉറപ്പാണ്. പിന്നെ എൻ്റെ കൂടെ തന്നെ എന്നെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യണ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു ഇവിടെ. അവർക്കൊക്കെ എന്താ വെച്ചാൽ ആ നീറ്റിൻ്റെ ഒരു വെപ്രാളത്തിൽ പറ്റിപ്പോയതായിരിക്കും. എനിക്ക് തന്നെ അൽഹംദുലില്ലാഹ് അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ്. ഏകദേശം നമ്മളെല്ലാവരും പതറിപ്പോയൊരു മൈൻഡായിരുന്നു ആ എക്സാം ഹോളിൽ. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് എങ്ങനെ എല്ലാവർക്കും എഫക്റ്റ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്നെക്കാൾ നന്നായിട്ട് പെർഫോം ചെയ്യണ ഒരുപാട് പേർക്ക് കുറഞ്ഞു പോയിട്ടുണ്ട് മാർക്ക്. അപ്പോൾ അവരൊക്കെ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അവരെ മനസ്സിലാക്കുക, അവർക്ക് എന്തായാലും കിട്ടും. പിന്നെ നമ്മളെ മൈൻഡ് സെറ്റാണ് അവർക്ക് എന്തായാലും അടുത്ത വർഷം കിട്ടേണ്ടതാണ്. അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഈ വർഷം കൂടി നിങ്ങൾ ഒരു വർഷം കൂടി ഇതിനായിട്ട് ചിലവഴിച്ച് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങളെ പാഷൻ ഡൈല്യൂട്ട് ചെയ്യാതെ ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.